question number 2. Check whether the first polynomial is a factor of the second polynomial by dividing the second polynomial by the first polynomial. Check whether the first polynomial is a factor of the second polynomial. First, second in the factor ആണോ ചെക്ക് ചെയ്യാനാണ്. അപ്പോൾ പോളിനോമിയൽസ് ആണ് തന്നിട്ടുള്ളത്. ഏതാണ് ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ? സെക്കൻഡിൽ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ t square minus 3 and 2t raised to 4 minus 3t cube minus 2t square minus 9t minus 12. And second, x square plus 3x plus 1 comma 3x raised to 4 plus 5x cube minus 7x square plus 2x plus 2. And third, x cube minus 3x square 3x plus 1 comma x raised to 5 minus 4x cube plus x square plus 3x plus 1. അപ്പോൾ ഫസ്റ്റ് പോളിനോമിയൽ സെക്കൻഡ് പോളിനോമിയലായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് എന്തോന്നാണോ നോക്കണം, ഫസ്റ്റ് സെക്കൻഡിൻ്റെ ഫാക്ടർ ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ്. അപ്പോൾ നമുക്ക് സെക്കൻഡിൽ എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യാം. ടി സ്ക്വയർ മൈനസ് 3 കോമ സെക്കൻഡിൽ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ ആണ് ടി സ്ക്വയർ മൈനസ് 3 കോമ 2t റേസ് ടു 4 plus 3t cube minus 2t square minus 9t minus 12. 9t minus 12. അപ്പോൾ എന്ത് ചെയ്യണം, ഇതിന് ക്വസ്റ്റ്യൻ എന്താണ്, വെദർ ദ ഫസ്റ്റ് പോളിനോമിയൽ ഈസ് ദ ഫാക്ടർ ഓഫ് ദ സെക്കൻഡ്. ഫസ്റ്റ് പോളിനോമിയൽ സെക്കൻഡിന്റെ ഫാക്ടർ ആണോ എന്നാണ്. അപ്പോൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് പോളിനോമിയലിനെ ഡിവൈസർ ആയിട്ട് എടുത്ത് അതുപോലെ സെക്കൻഡ് പോളിനോമിയലിനെ ഡിവിഡൻഡ് ആയിട്ട് എടുത്ത് ഡിവൈഡ് ചെയ്യണം. ഡിവൈഡ് ചെയ്യുമ്പോൾ എന്തോന്ന് റിമൈൻഡർ 0 ആണെങ്കിൽ, ഇഫ് ദ റിമൈൻഡർ ഈസ് 0, റിമൈൻഡർ equal to 0 ആണെങ്കിൽ it is a factor. First polynomial is the factor of the second. Remainder equal to 0 ആണെങ്കിൽ first is a factor, and remainder not equal to 0 ആണെങ്കിൽ it is not a factor. Remainder 0 ക്ക് ഈക്വൽ അല്ല എന്നുണ്ടെങ്കിൽ it is not a factor. കഴിഞ്ഞ 9th അറിയാം, നമുക്ക് ഫാക്ടേഴ്സ് ചെക്ക് ചെയ്യുന്നത് എന്തോന്നായിരിക്കണം, റിമൈൻഡർ 0 ആയാൽ മാത്രമേ അത് ഏത് പോളിനോമിയൽ ഒരു പോളിനോമിയൽ മറ്റേ പോളിനോമിയലിന്റെ ഫാക്ടർ ആവത്തുള്ളൂ. അതുപോലെ ഹിയർ ടി സ്ക്വയർ മൈനസ് ഇൻ ടേംസ് ഓഫ് ടിയിലാണ് തന്നിരിക്കുന്നത്. ടി സ്ക്വയർ മൈനസ് 3 2t raised to 4 plus 3t cube minus 2t square minus 9t minus 12. അപ്പോൾ ഡിവിഡൻഡ് ആയിട്ട് ഇതിനെ എടുക്കണം, ഡിവൈസർ ആയിട്ട് ഇത് എടുക്കണം, എന്നിട്ട് ലോങ് ഹാൻഡ് ഡിവിഷനിൽ ഡിവൈഡ് ചെയ്യണം. ഈ സ്റ്റാൻഡേർഡ് ഫോമിൽ തന്നെയാണ് തന്നിരിക്കുന്നത് നോക്കണം. ടി റേസ്റ്റ് 4ന്റെ ടേം ഉണ്ട്, 3t ക്യൂബിന്റെ ടേം ഉണ്ട്, ടി സ്ക്വയറിന്റെ ടേം ഉണ്ട്, 9tയുടെ ടേം ഉണ്ട്, മൈനസ് 12. അതുപോലെ ടി സ്ക്വയർ മൈനസ് 3 ഈസ് ഓൾസോ ഇൻ ദ സ്റ്റാൻഡേർഡ് ഫോം. അപ്പോൾ നമുക്കിനി ഡിവൈഡ് ചെയ്യാം. 2t raised to 4 plus 3t cube minus 2t square minus 9t minus 12. എത്ര കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്? ടി സ്ക്വയർ മൈനസ് 3. നേരത്തെ ചെയ്തത് അതേപോലെ തന്നെ ടി സ്ക്വയറിന് ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് അത് 2t raised to 4 ആയത്. അപ്പോൾ ടി സ്ക്വയറിന് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 ആവും. പിന്നെ എന്ത് ചെയ്യണം, പവർ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടി സ്ക്വയർ ടി റേസ് ടു 4 ആവാൻ എന്ത് ചെയ്യണം, ടി റേസ് ടു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. That is t square into 2t square. That is equal to എന്തോന്നും 2 എഴുതണം. t square എന്താണ്, a raised to m into a raised to n. എക്സ്പോണൻസുകൾ തമ്മിൽ പവേഴ്സ് ബേസ് എഴുതിയിട്ട് പവേഴ്സ് തമ്മിൽ ആഡ് ചെയ്താൽ മതി. 2 plus 2 which is equal to 2t4. അപ്പോൾ നമുക്ക് എന്തോന്ന് കിട്ടി, 2t4 എന്ന് എഴുതി. അപ്പോൾ മേളിൽ എഴുതേണ്ട നമ്പർ ഏതാണ്, 2t square. 2t squareനെ t square കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് 2t raised to 4 ആവും. ഇനി ഏതാണ് 2t square and minus 3, അപ്പോൾ which is equal to minus 6t square. അതെവിടെ എഴുതും, ഇവിടെ എഴുതും, minus 6t square. ഇനി എന്ത് ചെയ്യണം, സൈൻ ചേഞ്ച് ചെയ്ത് ആഡ് ചെയ്യണം. പ്ലസ് കൺവേർട്ടഡ് ടു മൈനസ് ആൻഡ് മൈനസ് കൺവേർട്ടഡ് ടു പ്ലസ്. ഹിയർ 2t raised to 4 is plus, therefore converted to minus, and minus then convert to plus. ഇനി എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. 2t raised to 4 and 2t raised to 4 cancel out ആവും. അതുപോലെ മൈനസ് 2t സ്ക്വയർ പ്ലസ് 6t സ്ക്വയർ, മൈനസ് 2t സ്ക്വയർ ആൻഡ് പ്ലസ് 6t സ്ക്വയർ. ഓപ്പോസിറ്റ് സിമ്പിൾ ആണ്. ഓപ്പോസിറ്റ് സിമ്പിൾ ആകുമ്പോൾ എന്ത് ചെയ്യും, ബിഗസ്റ്റ് മൈനസ് സ്മോളസ്റ്റ്, പുട്ട് ദ സിമ്പിൾ ഓഫ് ബിഗസ്റ്റ്. ബിഗസ്റ്റ് മൈനസ് സ്മോളസ്റ്റ് ഏതാണ്, 6 minus 2. വലുതിൽ നിന്നും ചെറുത് കുറച്ച് വലുതിന്റെ സിമ്പിൾ 6 minus 2 which is equal to 4. ആൻഡ് വലുതിന്റെ സിമ്പിൾ ഏതാണ്, പ്ലസ്. അതുപോലെ ടി സ്ക്വയർ ലൈറ്റ് ടേംസ് ആണ്, അതുകൊണ്ട് ടി സ്ക്വയർ ആഡ് ചെയ്യണം, 4t സ്ക്വയർ.
4t square. പിന്നെ 3t ക്യൂബിന് താഴെ വേറെ നമ്പർ ഇല്ലായിരുന്നു, പക്ഷെ അതിന് നമ്മൾ താഴെ ബ്രിങ് ഡൗൺ ചെയ്യണം. 3t ക്യൂബ് പ്ലസ് 4t സ്ക്വയർ മൈനസ് 90 ബ്രിങ് ഡൗൺ ചെയ്തു. ഇനി എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ടി സ്ക്വയറിനെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അത് 3t ക്യൂബ് ആവും. ടി സ്ക്വയറിനെ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് അത് 3t ക്യൂബ് ആവുന്നത്? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 3 എന്തോന്നാവും? 3t സ്ക്വയർ ആവും. ഇനി എന്ത് ചെയ്യാം? ഒരെണ്ണം കൂടെ വേണം നമുക്ക്. അപ്പോൾ ഒരു ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ടി എന്ന് പറഞ്ഞ മീനിങ് എന്താണ്? t raised to 1 which is equal to 3t raised to 2 plus 3 which is equal to 3. 3t raised to 3. അപ്പോൾ എന്തോന്നാണ്? 3t കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം പ്ലസ് 3t. 3t into t square which is equal to 3t cube and 3t into minus 3 90 minus 90 into plus convert to minus and minus convert to plus. ഇനി ആഡ് ചെയ്യണം 3t ക്യൂബ് മൈനസ് 3t ക്യൂബ് ക്യാൻസൽ ഔട്ട് ആവും. മൈനസ് 90 ആൻഡ് പ്ലസ് 90. മൈനസ് 90 ഓപ്പോസിറ്റ് സിമ്പിൾ ആണ്. മൈനസും പ്ലസും കൂടെ ആഡ് ചെയ്യുന്നതാവും സെയിം ആവുമ്പോൾ 0. മൈനസ് 9 പ്ലസ് 9 ആണ്. മൈനസ് 90 പ്ലസ് 90 ഇറ്റ് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ 0 ആകുമ്പോൾ ക്യാൻസൽ ചെയ്തങ്ങ് എഴുതിയാൽ മതി, 0 എഴുതണ്ട. 4t സ്ക്വയർ. അതിന് ആരെ ഇടയ്ക്ക് 4t സ്ക്വയറിൻ്റെ താഴെ വേറെ നമ്പർ ഇല്ലാത്തതുകൊണ്ട് അതിനെ നമ്മൾ ബ്രിങ് ഡൗൺ ചെയ്തു. 4t സ്ക്വയർ മൈനസ് 12. അതിനെ ബ്രിങ് ഡൗൺ ചെയ്യേണ്ടത് മൈനസ് 12. ഇനി 4t സ്ക്വയർ മൈനസ് 12 ആണ്. ടി സ്ക്വയറിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അത് ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് അത് 4t സ്ക്വയർ ആവുന്നത്? 4 ആണല്ലോ. 4 into t സ്ക്വയർ 4t സ്ക്വയർ. അപ്പോൾ നമുക്കിവിടെ ഏത് നമ്പർ എഴുതാം? 4 പ്ലസ് 4 plus 4 into t square which is equal to 4t square. 4 into 3 equal to 12. 4 into minus 3 ആണ്. അപ്പോൾ plus into minus minus 12. ഇനി എന്ത് ചെയ്യണം? പ്ലസ് കൺവേർട്ടഡ് ടു മൈനസ്. ഇനി ഒന്നും ബ്രിങ് ഡൗൺ ചെയ്യാനില്ല, എല്ലാം കഴിഞ്ഞു. അപ്പോൾ പ്ലസ് കൺവേർട്ടഡ് ടു മൈനസ്, അതുപോലെ മൈനസ് കൺവേർട്ട് ടു പ്ലസ്. 4t square minus 4t square cancel out and minus 12 plus 12 cancel out. Answer is 0. But here remainder becomes 0. Therefore second is the factor of first. Here the remainder is 0. Therefore t square minus 3 is a factor of 2t raised to 4 plus 3t cube minus 2t square minus 9t minus 12. അപ്പോൾ റിമൈൻഡർ 0 ആയതുകൊണ്ട് ഡിവിഷൻ കംപ്ലീറ്റ് ആയി. അതുപോലെ t സ്ക്വയർ മൈനസ് 3 2t റേസ് ടു 4 3t ക്യൂബ് മൈനസ് 2t സ്ക്വയർ മൈനസ് 9t മൈനസ് 12ൻ്റെ ഫാക്ടർ ആണെന്ന് നമ്മൾ ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞു. ദിസ് ഈസ് ദ ആൻസർ. സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ x square plus 3x plus 1 3x raised to 3x raised to 4 plus 5x cube minus 7x square plus 2x plus 2. ചെക്ക് ചെയ്യേണ്ടതാണ് സെക്കൻഡ്. ഫസ്റ്റ് ഈസ് ദ ഫാക്ടർ ഓഫ് ദ സെക്കൻഡ്. അപ്പം ഏത് ഡിവിഡൻ്റ് ആയിട്ട് എടുക്കും? ഹിയർ 3x raised to 4 plus 5x cube minus 7x square is take it as dividend. And x square plus 3x plus 1 is take it as divisor. ഇനി ഡിവൈസറും ഇത് ഡിവിഡൻറ്റും ഇത് ഡിവൈസറും ആയിട്ട് എടുത്ത് ഡിവൈഡ് ചെയ്തിട്ട് റിമൈൻഡർ 0 ആവുകയാണെങ്കിൽ ഇറ്റ്സ് എ ഫാക്ടർ, അല്ലെങ്കിൽ അതർവൈസ് ഇറ്റ് ഇസ് നോട്ട് എ ഫാക്ടർ. അപ്പോൾ എന്ത് ചെയ്യാം? ഫസ്റ്റ് നമുക്ക് ഡിവൈഡ് ചെയ്യാമല്ലോ. അപ്പോൾ ഏതാണ് ഡിവൈഡ് ചെയ്യേണ്ട നമ്പർ? പോളിനോമിയൽ ഏതാണ്? ഇത്. അപ്പോൾ ഡിവിഷൻ, ലോങ് ഹാൻഡ് ഡിവിഷനിൽ ഡിവൈഡ് ചെയ്യുകയാണ്. 3x raised to 4 plus 5x cube minus 7x square plus 2x plus 2. ഇതെല്ലാം സ്റ്റാൻഡേർഡ് ഫോമാറ്റിലാണ്, അതുകൊണ്ട് അറേഞ്ച് ചെയ്യേണ്ട, വെറുതെ എഴുതി ഡിവൈഡ് ചെയ്താൽ മതി. x square plus 3x plus 1. ഇനി എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യണം. നേരത്തെ പറഞ്ഞ ചെക്കിങ് പോലെ തന്നെ ഫസ്റ്റ് ഡിവിഡൻറ്റിൻ്റെ ഫസ്റ്റ് ടേമും ഡിവൈസറിൻ്റെ ഫസ്റ്റ് ടേമുമായിട്ട് ചെക്ക് ചെയ്യണം. എക്സ് സ്ക്വയറും 3x raised to 4. എക്സ് സ്ക്വയറിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അത് 3x raised to 4 ആവും. എക്സ് സ്ക്വയർ
എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 3 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതൊന്നാവും 3x² ആവും. 3x⁴ ആവാൻ എന്ത് ചെയ്യണം? വീണ്ടും ഒരു x² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. x² + x², x⁴ ആവും. 3x². എഴുതേണ്ട നമ്പർ 3x² ആണ്. 3x² × x², which is equal to 3x⁴. നെക്സ്റ്റ് 3x² കൊണ്ട് ആരെ മൾട്ടിപ്ലൈ ചെയ്യണം? 3x². 3x-ന്, that is 3x² × 3x. 3 × 3 ഏതാണ്? 9 ആവും. x² × x ലൈക്ക് ടേംസ് ആണ്. അപ്പോൾ എന്ത് ചെയ്യും? x² × x, x അങ്ങനെ എഴുതിയിട്ട് മേളിലുള്ള പവർ ആഡ് ചെയ്യും. x means x⁴. 2 + 3, which is equal to 3. 9x⁴ plus 9x⁴ and 3x² plus 1x², which is equal to 3x². 3 ഏത് നമ്പറിനെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ സെയിം നമ്പർ ആണല്ലോ, അതുപോലെ എഴുതുക 3x². ഇനി എന്ത് ചെയ്യണം? പ്ലസ് ചേഞ്ചസ് ടു മൈനസ് ആൻഡ് മൈനസ് ചേഞ്ചസ് ടു പ്ലസ്. മൈനസ് 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 3x⁴ and minus 3x⁴, which is cancelled out. And 5x³ minus 9x³ 5x³ minus 9x³ ഞാൻ പറഞ്ഞു ബിഗ്ഗസ്റ്റ് ഓപ്പോസിറ്റ് സിമ്പിൾ ആകുമ്പോൾ എന്താണ്? ബിഗ്ഗസ്റ്റ് മൈനസ് സ്മോളസ്റ്റ് and put the symbol of biggest. ബിഗ്ഗസ്റ്റ് മൈനസ് സ്മോളസ്റ്റ് 9 minus 5 equal to 4. ബിഗ്ഗസ്റ്റ് സിമ്പിൾ ഏതാണ്? മൈനസ്. മൈനസ് x³ അതുപോലെ തന്നെ. അപ്പോൾ എന്തോന്ന് എഴുതും? -4x³ 7x² minus 7x² and minus 3x². രണ്ടും സെയിം സിമ്പിൾ ആണ്. minus 7x² and minus 3x² സെയിം സിമ്പിൾ ആകുമ്പോൾ എന്ത് ചെയ്യും? ആഡ് ചെയ്തിട്ട് സെയിം സിമ്പിൾ തന്നെ പുട്ട് ചെയ്യും. അപ്പോൾ 7 3 കൂടെ ആഡ് ചെയ്യുമ്പോൾ 10x². സെയിം സിമ്പിൾ ഏതാണ്? മൈനസ്. ദാറ്റ് ഈസ് minus 10x². ആൻഡ് ഇനി ബ്രിങ് ഡൗൺ ചെയ്യേണ്ട ആരാണ്? 2x plus 2x. ഇനി വീണ്ടും ചെക്ക് ചെയ്യണം. -4x³ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ, x² എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ, ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് അത് -4x³ ആയി കൺവേർട്ട് ആവുന്നത്? ഏതാണ്? അപ്പോൾ x² -4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അതെന്തോന്നായി മാറും? x² -4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അത് -4x² ആവും. നമുക്ക് ആവശ്യം ഏതാണ്? -4x⁴. അപ്പോൾ എന്ത് ചെയ്യണം? ഒരു x കൊണ്ടുകൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ മേളിൽ പവർ വരും 2 + 1 3 ആവുമല്ലോ. അപ്പോൾ എന്നിട്ട് -4x⁴. അപ്പോൾ x² -4x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ -4x⁴ കിട്ടും. അപ്പോൾ -4x -4x × x², which is equal to -4x⁴. -4x × 3x എത്രയാണ്? 4x × 3x 4x × 3x 4 × 3 12. x × x പവർ എന്ന് പറഞ്ഞാൽ ആഡ് ചെയ്യുമ്പോൾ 2 വരും. x⁴. അപ്പോൾ 12x² ആവും. അതുപോലെ മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ്, അപ്പോൾ -12x². പിന്നെ -4x × 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ സെയിം നമ്പർ തന്നെ. അപ്പോൾ എന്ത് വരും? -4x. വീണ്ടും സബ്ട്രാക്ട് ചെയ്യണം. അഡിഷൻ പ്ലസ് ചേഞ്ചസ് ടു മൈനസ് ആൻഡ് മൈനസ് ചേഞ്ചസ് ടു പ്ലസ്. മൈനസ് പ്ലസ് ആവും, മൈനസ് പ്ലസ് മൈനസ് പ്ലസ്. ഇത് രണ്ടും ക്യാൻസൽ ഔട്ട് ആവും. -10x² ആൻഡ് +12x². -10x² ആൻഡ് +12x². -10x² +12x². biggest minus opposite symbol ആകുമ്പോൾ biggest minus smallest and put the symbol of biggest. biggest minus smallest 10 ൽ നിന്ന് 12 മൈനസ് ചെയ്താൽ എത്ര വരും? 2. പിന്നെ put the symbol of biggest, that is plus ആണല്ലോ. അപ്പോൾ 2x² ഇവിടെ എടുത്തിരുന്നു. ഇനി ഏതാ? 2x + 4x. 2x + 4x സെയിം സിമ്പിൾ ആണ്. അപ്പോൾ വെറുതെ അങ്ങ് ആഡ് ചെയ്താൽ മതി, which is equal to 6x. ഇനി ആരെയാ ബ്രിങ് ഡൗൺ ചെയ്യേണ്ടത്? നമുക്ക് +2. ഇനി x² ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് എന്തോന്നാവുന്നത്? 2x² ആവുന്നത്. x² ഏത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 2x² ആവുന്നത്? 2. വേറെ ചേഞ്ച് ഒന്നുമില്ല, കാരണം രണ്ടിൻ്റെയും ടേമിൽ x² ഉണ്ട്. അപ്പോൾ ഒരു കോൺസ്റ്റന്റ് നമ്പറായ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x² 2x² ആവും. അപ്പോൾ +2.
2 into x square, which is equal to 2x square, and 2 into 3x. 2 into 3x, 6x. 2 into 3x. 2 into 3, 6, x plus 6x. And 2 into 1 equal to 2. Plus changes to minus and minus changes to plus. എല്ലാം പ്ലസ് ആണ്, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, എല്ലാം മൈനസ് ആക്കി. അപ്പോൾ 2x square minus 2x square cancel out, 6x minus 6x cancel out, plus 2 and minus 2 cancel out, which is equal to 0. Then എന്തോന്ന് റിമൈൻഡർ 0 ആയാൽ ഫസ്റ്റ് ഈസ് ദ ഫാക്ടർ ഓഫ് ദ സെക്കൻഡ്. അപ്പോൾ എഴുതാമല്ലോ, if remainder equal to 0, therefore x square plus 3x plus 1 is a factor of 3x raised to 4. നമ്മൾ പോളിനോമിയൽ മുഴുവനായിട്ട് എഴുതും. ഫാക്ടർ ഓഫ് 3x raised to 4 plus 5x cube minus 7x square plus 2x plus 2. x square remainder equal to 0 ആയതുകൊണ്ട് x square plus 3x plus 1 is a factor of 3x raised to 4 plus 5x cube minus 7x square plus 2x plus 2, which is the answer. Okay. 2.3 question number 3 sub question 3, x raised to 3 minus 3x plus 1 x raised to 5 minus 4x cube plus x square plus 3x plus 1. അപ്പോൾ ഇത് രണ്ടും കൂടെ ഡിവൈഡ് ചെയ്ത് ഫസ്റ്റ് ഈസ് ദ ഫാക്ടർ ഓഫ് ദ സെക്കൻഡ് എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, സെക്കൻഡ് പവർ കൂടിയതാണല്ലോ ഡിവിഡൻഡ് ആയിട്ട് എടുക്കേണ്ടത്. ഡിവിഡൻഡ് കാരണം ഇത് തന്നെ പറഞ്ഞിട്ടുമുണ്ട്, ഇത് ഇതിന്റെ ഫാക്ടർ ആണോ ചെക്ക് ചെയ്യാൻ ഈ പോളിനോമിയലാണ് ഡിവിഡൻഡ് ആയിട്ട് എടുക്കേണ്ടത്. ഡിവിഡൻഡ് ഇസ് ഈക്വൽ ഡിവിഡൻഡും ദിസ് ഈസ് ടേക്കൺ ആസ് ഡിവൈസർ. ഇനി എന്ത് ചെയ്യണം, ലോങ് ഹാൻഡ് ഡിവിഷനിൽ നമ്പർ ഡിവൈഡ് ചെയ്യണം. പോളിനോമിയലിനെ എഴുതണം. അപ്പോൾ അറേഞ്ച് ചെയ്യുമ്പോൾ രണ്ടും സ്റ്റാൻഡേർഡ് ഫോമാറ്റിലാണ് തന്നിട്ടുള്ളത്. പക്ഷെ ഓരോ ടേം വെച്ച് മിസ്സിങ് ആണ്. ഡിവിഡൻഡിലും ഒരു എക്സ് റൈസ് ടു 4ന്റെ ടേം ഇല്ല, അതുപോലെ എന്തുവാണ് ഡിവൈസറിലും എക്സിന്റെ ടേം ഇല്ല. അതുകൊണ്ട് നമുക്കിങ്ങനെ 0x ക്യൂബ്, നമുക്കിവിടെ മിസ്സിങ് ടേം അതാണ് 0x റൈസ് ടു 4 ആഡ് ചെയ്യണം. ഇവിടെ വരുമ്പോൾ 0x സ്ക്വയർ ആഡ് ചെയ്യണം. അപ്പോൾ രണ്ടിലും ഒരേ ടേം മൾട്ടിപ്പിൾ ആകുമ്പോൾ സെയിം ആയിട്ട് വരുന്ന ടേം ആ മിസ്സിങ്. അതുകൊണ്ട് നമുക്ക് ഇത് എഴുതേണ്ട കാര്യമില്ല, ഡയറക്റ്റ് ആയിട്ട് എഴുതും. കാരണം ഇവിടെ ഒരിക്കലും എക്സ് സ്ക്വയറിന്റെ ടേം വരില്ല, അതുപോലെ തന്നെ എക്സ് സ്ക്വയറിന്റെ ടേം ഇവിടെ വരില്ല. എക്സ് റൈസ് ടു 4ന്റെ ടേം നമുക്ക് മൾട്ടിപ്ലൈ ആകുമ്പോൾ കിട്ടത്തില്ല. അത് കാരണം അതുകൊണ്ടാണ് ഡിവൈസറിൽ എക്സ് സ്ക്വയറിന്റെ ടേം മിസ്സിങ് ആണ്. അതുകൊണ്ട് എക്സ് റൈസ് ടു 4ന്റെ ടേം വരില്ല, അതുകൊണ്ട് എഴുതുന്നില്ല. ഈ പോളിനോമിയൽ ഡയറക്റ്റ് ആയിട്ട് അങ്ങ് എടുത്തെഴുതുക. എക്സ് റൈസ് ടു 5 മൈനസ് 4x ക്യൂബ് പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് 3x പ്ലസ് 1. ഡിവൈഡ് ചെയ്യേണ്ട ഡിവൈസർ ഏതാണ്, എക്സ് ക്യൂബ് മൈനസ് 3x പ്ലസ് 1. ഇനി എക്സ് ക്യൂബിന് എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എക്സ് റൈസ് ടു 5 ആവും. ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് എക്സ് ക്യൂബ് എക്സ് റൈസ് ടു 5 ആയി കൺവേർട്ട് ചെയ്യുന്നത്. കോഎഫിഷ്യന്റിൽ ചേഞ്ച് ഇല്ല, അതുകൊണ്ട് എക്സ് റൈസ് ടു 3 അങ്ങനെ തന്നെ 1 തന്നെയല്ലോ രണ്ടില്. അപ്പോൾ അതുകൊണ്ട് കോഎഫിഷ്യന്റ് മൾട്ടിപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. എക്സ് സ്ക്വയർ എക്സ് ക്യൂബ് ഇൻറ്റു എക്സ് സ്ക്വയർ എക്സ് റൈസ് ടു 5 ആവും. എക്സ് സ്ക്വയർ എക്സ് ക്യൂബ്, കാരണം എന്തുകൊണ്ട് ബേസ് പവേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുക, ബേസ് അങ്ങനെയാണ് നമ്മൾ എക്സ്പോണൻസിൽ പഠിച്ചിട്ടുണ്ട്. എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ ഇസ് ഈക്വൽ ടു എ റൈസ് ടു എം പ്ലസ് എൻ, ദാറ്റ് ഈസ് 3 പ്ലസ് 2 വിച്ച് ഇസ് ഈക്വൽ ടു 5. എക്സ് റൈസ് ടു 5 ആവും. എക്സ് സ്ക്വയർ ഇൻറ്റു മൈനസ് 3x, എക്സ് സ്ക്വയർ ഇൻറ്റു മൈനസ് 3x എത്രയാവും, മൈനസ് 3 എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് എക്സ് ക്യൂബ് ആവും, മൈനസ് 3 എക്സ് ക്യൂബ്. x square into 1 x square. ഇനി പ്ലസ് കൺവേർട്ടഡ് ടു മൈനസ് ആൻഡ് മൈനസ് കൺവേർട്ടഡ് ടു പ്ലസ്. സബ്ട്രാക്ഷൻ ആണ് നടക്കുന്നത്. അപ്പോൾ സബ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി എക്സ് റൈസ് ടു 5 സാധാരണ ഡിവൈഡ് ചെയ്യുമ്പോൾ സബ്ട്രാക്ട് ചെയ്യുന്നത് പോലെ തന്നെ 7 to 4 40. പിന്നെ സബ്ട്രാക്ഷൻ അല്ലേ ചെയ്യുന്നത്, അതുപോലെ ഇവിടെ സബ്ട്രാക്ട് ചെയ്യണം. ഇവിടെ പോളിനോമിയൽ ആയതുകൊണ്ട് സൈൻ ചേഞ്ച് ചെയ്തിട്ട് ആഡ് ചെയ്താൽ മതി. എക്സ് റൈസ് ടു 5 മൈനസ് എക്സ് റൈസ് ടു 5 and minus converted to plus and plus converted to minus. X raised to 5 minus x raised to 5 cancel out, minus 4x cube and plus 3x cube.
opposite symbol ആണ് biggest minus smallest. Put the symbol of biggest. Biggest minus smallest എന്ന് പറയുമ്പോൾ 4 3 subtract ചെയ്താൽ എത്ര വരും? 1 വരും. Put the symbol of biggest number. Biggest number ഏതാണ്? മൈനസ് എക്സ് ക്യൂബ്. അങ്ങനെ തന്നെ അപ്പോൾ എന്തോന്ന് വരും? മൈനസ് എക്സ് ക്യൂബ് which is equal to മൈനസ് എക്സ് ക്യൂബ്. അതുപോലെ എക്സ് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ക്യാൻസൽ, പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ക്യാൻസൽ ഔട്ട് ആവും. ഇനി ഏതാ ബ്രിങ് ഡൗൺ ചെയ്യേണ്ടത്? പ്ലസ് 3x ആൻഡ് 1നെയും കൂടെ ബ്രിങ് ഡൗൺ ചെയ്യണം. ഇനി എക്സ് ക്യൂബിനെ ഏത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് എക്സ് ക്യൂബ്? സെയിം പവർ വരുന്നത്, സൈൻ മാത്രം മാറ്റിയാൽ മതി. എക്സ് ക്യൂബ് മൈനസ് എക്സ് ക്യൂബ് ആവണം. അപ്പോൾ എക്സ് ക്യൂബ് മൈനസ് എക്സ് ക്യൂബ് ആവാൻ എന്ത് ചെയ്താൽ മതി? ഒരു മൈനസ് 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയല്ലോ. എക്സ് ക്യൂബ് മൈനസ് എക്സ് ആയി കൺവേർട്ട് ആവും. എക്സ് ക്യൂബ് ഇൻറ്റു മൈനസ് 1 വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് എക്സ് ക്യൂബ്. അപ്പോൾ മൈനസ് 1 ഇവിടെ എഴുതണം. മൈനസ് 1 ഇൻറ്റു എക്സ് ക്യൂബ് ഈക്വൽ ടു മൈനസ് എക്സ് ക്യൂബ് ആൻഡ് മൈനസ് 1 ഇൻറ്റു മൈനസ് 3x വിച്ച് ഇസ് ഈക്വൽ ടു പ്ലസ് 3x and minus 1 into minus 1. Minus 1 into plus 1 which is equal to minus 2. Minus into plus minus. ഇനി സൈൻ ചേഞ്ച് ചെയ്യണം. മൈനസ് പ്ലസ് ആവും, പ്ലസ് മൈനസ് ആവും. എക്സ് ക്യൂബ് ക്യാൻസൽ ഔട്ട് ആയി. 3x ക്യാൻസൽ ആയി. ഇനി ഏതാണ്? 1 plus 2. 1 plus 2. 1 into 1 sorry 1 into 1 1 plus 1 into minus 1 minus 1 വരും. പക്ഷെ സൈൻ ചേഞ്ച് ചെയ്തപ്പം അതെന്തോന്നായി? അതുകൊണ്ട് ശ്രദ്ധിച്ചോണം. പ്ലസ് 1 കിട്ടി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്യാൻസൽ ചെയ്യും. സൈൻ ചേഞ്ച് ചെയ്യുമ്പോൾ അതെന്തോന്നായി മാറി? പ്ലസ് ആയി മാറി. അപ്പോൾ 1 plus 1 which is equal to 1 ആണ്. 1 plus 1 which is equal to 2. 1 കൂടെ ആഡ് ചെയ്യുമ്പോൾ 2 ആവും. അപ്പോൾ എഴുതണം ഹിയർ റിമൈൻഡർ നോട്ട് ഈക്വൽ ടു 0. റിമൈൻഡർ ഈസ് 2 which is not equal to 0. 0ക്ക് ഈക്വൽ അല്ലല്ലോ. അതുകൊണ്ട് therefore x square minus 3x plus 1 is not a factor of ഏതാണ്? x raised to 5 minus 4x cube plus x square plus 3x plus 1. x raised to 5 minus 4x cube plus x square plus 3x plus 1 ന്റെ 3x plus 1 ന്റെ ഫാക്ടർ അല്ല. ആരാണ്? x square minus 3x plus 1 എന്ന് കിട്ടും. x raised to 5 x square minus 3x plus 1 is not a factor of x raised to 5 minus 4x cube plus x square plus 3x plus 1. Reason എന്താണ്? റിമൈൻഡർ becomes 0 അല്ല. 0 ആണോ? റിമൈൻഡർ is 2 ആയി. അതുകൊണ്ടാണ് റിമൈൻഡർ does not become 0. Therefore it is not a factor. Okay, this is the answer. Then question number 2 complete ആയി.